Hi everyone, welcome to Mayorang. Plus 2 Botany second chapter ആയ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്, പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്നിവയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്: ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്. ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പെം പ്ലാന്റ്സിൽ മാത്രം കാണുന്ന ഒരു യൂണിക് പ്രോസസ്സാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ രണ്ട് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ രണ്ട് ഫ്യൂഷൻ പ്രോസസ്സാണ് ഡബിൾ ഫെർട്ടിലൈസേഷനിൽ നടക്കുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് എ കോംപ്ലക്സ് ഫെർട്ടിലൈസേഷൻ മെക്കാനിസം യൂണിക് ടു ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് ദിസ് പ്രോസസ് ഇൻവോൾവ് ടു ഫ്യൂഷൻ ആൻഡ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ടു പ്രോഡക്ട്സ്. നമ്മൾ പറഞ്ഞു ഡബിൾ ഫെർട്ടിലൈസേഷനിൽ രണ്ട് ഫ്യൂഷനാണ് നടക്കുന്നതെന്ന്. ഏതൊക്കെയാണ് രണ്ട് ഫ്യൂഷൻ എന്ന് നോക്കാം. സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഫസ്റ്റ് സിംഗമി. Syngamy is the fusion of one of two male gamete with the egg to produce diploid zygote, and triple fusion is the fusion of second male gamete with two haploid polar nuclei to form primary endosperm nucleus or PEN. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ബേസിക്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഒരു പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ വന്ന് കോണ്ടാക്ട് ചെയ്യുന്നു. ദെൻ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നു. ദെൻ പോളൻ ട്യൂബ് സ്റ്റൈലിലൂടെ ഗ്രോ ചെയ്ത് ഓവറിലെത്തുന്നു അല്ലേ. ഫസ്റ്റ് പിക്ചർ നോക്കാം. പോളൻ ജെർമിനേഷൻ ത്രൂ സ്റ്റൈല്. പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് ഗ്രോ ചെയ്ത് ഓവറിലെത്തുന്നു അല്ലേ. ഓവറിയിലാണ് ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക് ഉള്ളത്. ദെൻ പോളൻ ട്യൂബിലൂടെ എത്ര മേൽ ഗ്യാമേറ്റ് ആണ് ഓവറിയിലെത്തുന്നത്? രണ്ട് മേൽ ഗ്യാമേറ്റ് അല്ലേ. രണ്ട് മേൽ ഗ്യാമേറ്റ് ആണുള്ളത്. ഈ രണ്ട് മേൽ ഗ്യാമേറ്റും പോളൻ ട്യൂബിലൂടെ മൂവ് ചെയ്ത് ഓവറിയിലെത്തുന്നു. ദെൻ സെക്കൻഡ് പിക്ചർ എംബ്രിയോസാക്കിൻ്റെ പിക്ചർ ഒബ്സർവ് ചെയ്യാം. എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. എംബ്രിയോസാക്ക് കൺസിസ്റ്റ് ഓഫ് 7 സെൽസ് ആൻഡ് 8 ന്യൂക്ലിയസ്. ഏതൊക്കെയാണത്? 3 ആൻറ്റിപോഡൽസ്, 1 സെൻട്രൽ സെൽ, ദെൻ മൈക്രോപൈല ടിപ്പിൽ 1 എഗ് സെൽ ആൻഡ് 2 സിനർജിഡ്സ്. ഇനി പോളൻ ട്യൂബ് ഗ്രോ ചെയ്ത് എംബ്രിയോസാക്കിലെ ഒരു സിനർജിഡ്സിലേക്ക് ആദ്യം എൻട്രി ചെയ്യുന്നു. ദെൻ പോളൻ ട്യൂബിൽ നിന്ന് മേൽ ഗ്യാമേറ്റ്സിനെ റിലീസ് ചെയ്യുന്നു. ഇവിടെ പോളൻ ട്യൂബിനെ ഓവറിയിലേക്ക് ഗൈഡ് ചെയ്യാന്നുള്ളതാണ് സിനർജിഡ്സിൻ്റെ ഫങ്ഷൻ. ആഫ്റ്റർ ദി എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ഓവറി, സിനർജിഡ്സ് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ദെൻ നെക്സ്റ്റ് പിക്ചർ നോക്കാം. ഇവിടെ നമുക്കറിയാം എംബ്രിയോസാക്ക് എന്ന് പറയുന്നത് 8 ന്യൂക്ലിയേറ്റ് സ്ട്രക്ചർ ആണെന്ന്. ആ 8 ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകളാണ് ഓരോ സെല്ലിലും ബ്ലാക്ക് കളറിൽ പിക്ചറിൽ കാണുന്നത്. സെൻട്രൽ സെല്ലിൽ മാത്രം 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ. ദെൻ പോളൻ ട്യൂബിലൂടെ എംബ്രിയോസാക്കിലേക്ക് റിലീസ് ചെയ്യുന്ന 2 മെയിൽ ഗ്യാമേറ്റ്സ്, അതാണ് ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് നോക്കാം. ഈ 2 മെയിൽ ഗ്യാമേറ്റ്സിൽ ഒരു മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമറ്റായ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് സിംഗമി എന്ന് പറയുന്നത്. സിംഗമി ഈസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ്. ദെൻ സെക്കൻഡ് മെയിൽ ഗ്യാമേറ്റ് move to central cell and fuse with the 2 polar nuclei. This fusion is called triple fusion. Why this fusion is called triple fusion? 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷൻ ആണല്ലേ സെൻട്രൽ സെല്ലിൽ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് എ ട്രിപ്പിൾ ഫ്യൂഷൻ. ദെൻ ഈ സിംഗമിയുടെയും ട്രിപ്പിൾ ഫ്യൂഷൻ്റെയും പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിംഗമി അല്ലെങ്കിൽ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്യുമ്പോൾ സൈഗോട്ട് ഫോം ചെയ്യുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. സോ 2 ഹാപ്ലോയിഡ് ഗ്യാമേറ്റ്സുകൾ ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടാണ്. അതുപോലെ ട്രിപ്പിൾ ഫ്യൂഷൻ്റെ പ്രോഡക്ട്സ് എന്താണെന്ന് നോക്കാം. ഒരു ഹാപ്ലോയിഡ് മെയിൽ ഗ്യാമേറ്റ്സും 2 ഹാപ്ലോയിഡ് പോളാർ ന്യൂക്ലിയയും തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് അല്ലെങ്കിൽ PEN ആണ്. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ കൺസിസ്റ്റ് ഓഫ് 2 ഫ്യൂഷൻസ്, സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമി is the fusion of 1 male gamete with 1 female gamete. Product is zygote which is diploid. Then triple fusion. Triple fusion is the fusion of 1 male gamete with 2 polar nuclei, results in the formation of PEN which is triploid. ഇങ്ങനെ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ, ഇങ്ങനെ 2 ഫ്യൂഷൻ ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് ഈ പ്രോസസ്സിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്.
പിന്നെ ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ആൻജിയോസ്പേം ഫ്ലവേഴ്സിൽ മാത്രമുള്ള ഒരു യൂണിക് ക്യാരക്ടറാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്. ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിന് ശേഷം ഫ്ലവറിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകളെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്ന് പറയാം. ദി ഈവൻറ്റ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഫ്ലവർ ആഫ്റ്റർ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആർ കളക്റ്റീവ്ലി നോൺ ആസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്. എന്തൊക്കെയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്? എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്, എംബ്രിയോ ഡെവലപ്മെൻറ്റ്, മെച്ചുറേഷൻ ഓഫ് ഓവിൽസ് ഇൻ ടു സീഡ്സ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ഓവറി ഇൻ ടു ഫ്രൂട്ട്. ആദ്യം എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് നോക്കാം. ട്രിപ്പിൾ ഫ്യൂഷൻ്റെ പ്രോഡക്റ്റ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആണ്. ഈ ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന് ന്യൂമറസ് ട്രിപ്ലോയിഡ് ഫ്രീ ന്യൂക്ലിയർ ഫോം ചെയ്യുന്നു. എന്താ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ? നോർമലി ഒരു സെൽ ഡിവിഷൻ കാരിയോകൈനസ് പ്ലസ് സൈറ്റോകൈനസിസ് ആണ് അല്ലേ? ഒരു സെല്ലിൽ ന്യൂക്ലിയസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ഓരോ ന്യൂക്ലിയസിന് ചുറ്റും സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നു. ബട്ട് ഇൻ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ കാരിയോകൈനസിസ് അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ഡിവിഷൻ മാത്രമാണ് നടക്കുന്നത്, സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് കണ്ടിന്യൂസ് ന്യൂക്ലിയർ ഡിവിഷൻ വഴി ന്യൂമറസ് ന്യൂക്ലിയസ് ഒരു സെല്ലിനകത്ത് ഫോം ചെയ്യുന്നു. ആ കണ്ടീഷനെ ആണല്ലോ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് കണ്ടിന്യൂസ് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന് ന്യൂമറസ് ഫ്രീ ന്യൂക്ലിയർ ഫോം ചെയ്യുന്നു. ഈ ഒരു സ്റ്റേജിനെ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം അല്ലെങ്കിൽ ലിക്വിഡ് എൻഡോസ്പേം എന്ന് പറയുന്നു. ഈ ലിക്വിഡ് എൻഡോസ്പേമിന് ബെസ്റ്റ് എക്സാമ്പിളാണ് കോക്കനട്ട് വാട്ടർ. കോക്കനട്ട് വാട്ടർ ആക്ച്വലി ലിക്വിഡ് ഫോമിലുള്ള ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. ദെൻ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ഫോർമേഷന് ശേഷം ഫ്രം ദ പെരിഫറി ടു സെൻട്രൽ സെൽ വാൾ ഫോർമേഷൻ നടന്ന് സെല്ലുലാർ എൻഡോസ്പേം ഫോം ചെയ്യുന്നു. ഈ സെല്ലുലാർ എൻഡോസ്പേമിന് എക്സാമ്പിളാണ് കോക്കനട്ടിൻ്റെ എഡിബിൾ ആയിട്ടുള്ള വൈറ്റ് പാർട്ട്. നമ്മളൊരു കോക്കനട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ലിക്വിഡ് എൻഡോസ്പേമും സോളിഡ് എൻഡോസ്പേമും കാണാം. ദാറ്റ് മീൻസ് ഇൻ കോക്കനട്ട് സെല്ലുലറൈസേഷൻ റിമെയിൻസ് ഇൻകംപ്ലീറ്റ്. ഇനി എന്തായിരിക്കും ഈ എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ? The function of endosperm is providing nutrition to developing embryo. എംബ്രിയോ ഡെവലപ്മെൻറ്റിന് വേണ്ട ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ? എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ. പിന്നെ എംബ്രിയോ ഡെവലപ്മെൻറ്റ്, എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്, ഇതിൽ ആദ്യം നടക്കുന്ന ഡെവലപ്മെൻറ്റ് എൻഡോസ്പേം ഡെവലപ്മെൻ്റ് ആണ്. കാരണം എന്തായിരിക്കും? എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ ന്യൂട്രീഷൻ വേണം. ഈ ന്യൂട്രീഷൻ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ. സോ ആദ്യം നടക്കുന്നത് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് ആണ്. ചില പ്ലാന്റ്സിൽ സീഡിൽ എംബ്രിയോ മെച്ചുറായി വരുമ്പോഴേക്കും ഈ എൻഡോസ്പേം മുഴുവനായി യൂസ് ചെയ്തിരുന്നു. അത്തരം സീഡ്സിൽ മെച്ചുവേർഡ് സീഡിൽ എൻഡോസ്പേം കാണില്ല. അത്തരം സീഡ്സിന് എക്സാമ്പിളാണ് പീ, ഗ്രൗണ്ട്നട്ട് എക്സെട്ര. ബട്ട് ചില സീഡ് മെച്ചുറേഷന് ശേഷവും എൻഡോസ്പേം കുറച്ച് സീഡിൽ തന്നെ പെർസിസ്റ്റ് ചെയ്യുന്നു. ഇത്തരം സീഡിന് എക്സാമ്പിളാണ് കാസ്റ്റർ. കാസ്റ്റർ എന്ന ആവണക്ക്. കാസ്റ്റർ ഓയിൽ കേട്ടിട്ടില്ലേ? ഒരു ഓയിൽ ഈൽഡിങ് സീഡാണ് കാസ്റ്റർ. ദെൻ നെക്സ്റ്റ് കോക്കനട്ട്, വീറ്റ്, റൈസ് തുടങ്ങിയ ചില സീഡ്സിലെല്ലാം സീഡ് മെച്ചുർ ആയതിനു ശേഷം എൻഡോസ്പേം സീഡിൽ പെർസിസ്റ്റ് ചെയ്ത് കാണാറുണ്ട്. ദെൻ നെക്സ്റ്റ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. സിംഗമിയുടെ പ്രോഡക്റ്റാണ് ഡിപ്ലോയിഡ് സൈഗോട്ട്. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്താണ് എംബ്രിയോ ഫോം ചെയ്യുന്നത്. ഈ എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഒരു സെർട്ടൈൻ എമൗണ്ട് ഓഫ് എൻഡോസ്പേം ഫോം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇത്? ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോന് ന്യൂട്രീഷൻ ഉറപ്പുവരുത്തണം അല്ലേ? അതിനുവേണ്ടിയാണ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എൻഡോസ്പേം ഫോം ചെയ്തതിന് ശേഷം എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഒരു സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആകുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെ കടന്നാണ്. ആദ്യം സൈഗോട്ട് പ്രോ എംബ്രിയോ ആകുന്നു, ദെൻ ഗ്ലോബുലാർ ഷേപ്ഡ്, ഹാർട്ട് ഷേപ്ഡ് ആൻഡ് ഫൈനലി ഒരു മെച്യൂർ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഡൈക്കോട്ട്, മോണോക്കോട്ട്, എംബ്രിയോ സ്ട്രക്ചർ, സീഡ്, അപ്പോമൈസിസ് തുടങ്ങിയ ടോപ്പിക്കുകൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ബോട്ടണി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.